നമസ്കാരം. 1976 ഏപ്രിൽ 14 തിയേറ്ററിലെത്തിയ സിനിമയാണ് തീക്കനൽ. തീക്കനലിൻ്റെ പശ്ചാത്തലത്തിലൊരു കഥയുണ്ട്. തീക്കനലിൻ്റെ നിർമ്മാതാവ് ജോർജ് തോമസ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ആ സിനിമയിലെ നായകൻ മധു, നായിക ശ്രീവിദ്യ. അക്കാലത്തെ വലിയ ജോഡികളാണ്. ശ്രീവിദ്യയാണെങ്കിൽ വലിയ ആരാധകരുള്ള നായികയാണ്. ജോർജ് തോമസ് എന്ന് പറയുന്ന നിർമ്മാതാവ് അത്യാവശ്യം സെറ്റിലൊക്കെ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു അത്രേ. അദ്ദേഹം സെറ്റിലൊക്കെ വരും. നായികമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. സ്ത്രീകളോട് വലിയ സ്നേഹത്തിൽ സംസാരിച്ച് വലിയ തോതിൽ തമാശയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ ജോർജ് തോമസ് സെറ്റിലൊക്കെ ഇടപഴകി ശ്രീവിദ്യയുമായി പ്രണയത്തിലായി. ശ്രീവിദ്യയെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിലെത്തി. വലിയ തോതിലുള്ള എതിർപ്പ് അവരുടെ കുടുംബത്തിൽ നിന്നുണ്ടായി. മിശ്ര വിവാഹമൊക്കെ ആണല്ലോ, സ്വാഭാവികമായിട്ടും അന്നത്തെ കുടുംബ സാഹചര്യമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശ്രീവിദ്യ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വിവാഹിതയായി, ജോർജ് തോമസുമായി വിവാഹിതയായി. അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഈ ലൊക്കേഷൻ്റെ ഇടയിൽ ഈ ജോർജ് തോമസാണ് നിർമ്മാതാവ് എന്ന് പറഞ്ഞല്ലോ, പക്ഷേ ജോർജ് തോമസ് അല്ല. ജോർജ് തോമസ് വെറും മുന്നിൽ നിർത്തുന്ന ആളാണ്. യഥാർത്ഥ നിർമ്മാതാവ് ഗോപി എന്ന് പറയുന്ന ഒരാളാണ് എന്നുള്ള കാര്യം അവിടെ സെറ്റിലൊക്കെ അറിഞ്ഞു. അങ്ങനെ നടൻ മധു, നായകനാണല്ലോ, നായിക ശ്രീവിദ്യ എന്നുള്ള നിലയിൽ നായകൻ ഈ കാര്യം അറിയുകയാണ്. മധുവിനെ പോലുള്ള ആളുകളൊക്കെ ആ സിനിമയുടെ സെറ്റിലുള്ള ആൾക്കാരൊക്കെ ഇക്കാര്യം അറിഞ്ഞു. അങ്ങനെ മധു ഈ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗോപിയുടെ കാറുകളും ഗോപിയുടെ വ്യത്യസ്തമായ കാറൊക്കെ എടുത്തിട്ടാണ് ജോർജ് തോമസ് വരിക. ഇതൊക്കെ കാണുന്ന ആൾക്ക് അദ്ദേഹത്തോട് വലിയ ആരാധനയൊക്കെ ഉണ്ടാക്കിയെന്നാണ് ആ കാലത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് മധുവിന് മനസ്സിലായി. ഈ കാര്യം ശ്രീവിദ്യയോട് മധു പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇയാളുടെ ചില സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, ഗോപി എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥ ആൾ എന്നൊക്കെ പറഞ്ഞ് ശ്രീവിദ്യയോട് പറഞ്ഞു. ശ്രീവിദ്യ ആ കാര്യം ജോർജ് തോമസിനോട് സംസാരിച്ചിരിക്കണം. അങ്ങനെ അവർ സംസാരിച്ചപ്പോൾ ശ്രീവിദ്യ മധുവിനെയാണ് തെറ്റിദ്ധരിച്ചത്. മധു എന്തോ തട്ടിപ്പ് പറയുകയാണ്, മനസ്സിലെന്തോ വെച്ചിട്ട് എന്നുള്ള ഒരു പ്രശ്നം അവിടെ രൂപപ്പെട്ടു. മധുവിനോട് ശ്രീവിദ്യക്ക് വലിയ ദേഷ്യമായി. അങ്ങനെ സിനിരമ എന്ന് പറയുന്ന ഒരു സിനിമ മാഗസിന് ശ്രീവിദ്യ ഈ ഘട്ടത്തിൽ ഒരു അഭിമുഖം കൊടുക്കുകയാണ്. ഈ അഭിമുഖത്തിൻ്റെ ഇടയിൽ ഈ കാര്യം ഉയർന്നു വരികയും ഈ കാര്യം സംസാരിക്കുകയും ചെയ്തു. ശ്രീവിദ്യ അഭിമുഖത്തിനിടയിൽ ഇങ്ങനെ പറഞ്ഞു, ജനയുഗം പബ്ലിക്കേഷൻസ് ആണ് ആ സമയത്ത് വലിയ പബ്ലിക്കേഷനാണ് ജനയുഗം. അതിൻ്റെ ഒപ്പമുള്ള മാഗസിനുകളിൽ ഒന്നാണ് സിനിരമ. ഈ സിനിരമ സാമൂഹ്യ ശ്രദ്ധ നേടുന്ന ഒരു മാഗസിനാണ്. അതിൽ ഈ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം ഈ കാര്യം അഭിമുഖകാരൻ എടുത്തിട്ടു. അതിനെക്കുറിച്ച് ശ്രീവിദ്യ മറുപടി പറഞ്ഞത്, ഇനി മധുവിൻ്റെ ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി പക്കാവട ഖാദറിൻ്റെ കൂടെ അഭിനയിക്കേണ്ടി വന്നാലും ഇനി ഒരിക്കലും ഞാൻ മധുവിനോടൊപ്പം അഭിനയിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ തലക്കെട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ കാര്യം വലിയ വാർത്തയായിട്ട് വന്നത്. അധികം വൈകാതെ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം പുറം ലോകം അറിഞ്ഞു. ജോർജ് തോമസായി വന്നത് ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ സാമ്പത്തികമായി ആ നിലയിലുള്ള ആളല്ല. അദ്ദേഹം ഈ ഗോപി എന്ന് പറയുന്ന മറ്റൊരാളുടെ സമ്പത്തിൻ്റെ പ്രതിനിധി മാത്രമായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ശ്രീവിദ്യയും അത് തിരിച്ചറിഞ്ഞു. പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ തിരിച്ചറിവുകളുണ്ടായി. അവർ വീണ്ടും സിനിമയിലേക്ക് വന്നു. ഈ ഘട്ടത്തിലാണ് സിനിമയിൽ അവർ വീണ്ടും വരുമ്പോഴാണ് വേനൽ ഒരു മഴ എന്നൊരു സിനിമ പ്ലാൻ ചെയ്യപ്പെടുന്നത്. ആ സിനിമയുടെ തിരക്കഥാ സംഭാഷണം അക്കാലത്ത് വളരെ യങ്ങായിട്ടുള്ള ശ്രദ്ധേയനായ പ്രതിഭയായ ശ്രീകുമാരൻ തമ്പിയായിരുന്നു. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ മുന്നിലേക്ക് വന്ന ഒരു ചോദ്യം, അന്ന് ജയനാണ് വേനലിലൊരു മഴയിലെ ഒരു പ്രധാന താരം, പക്ഷേ നായകൻ മധുവാണ്. മധുവിൻ്റെ നായികയായി ആരെ കൊണ്ടുവരും? അത്ര തലയെടുപ്പുള്ള സ്വീകാര്യതയുള്ള ഒരാൾ വേണമല്ലോ. അന്നേരമാണ് നായികയായി നമുക്ക് ശ്രീവിദ്യയെ സമീപിച്ചാലോ എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി പഴയ തീക്കനലിൻ്റെ കാലത്തെ അഭിമുഖവും പക്കാവട ഖാദറിൻ്റെ കൂടെ അഭിനയിച്ചാൽ പോലും ഞാൻ ഇയാളുടെ കൂടെ അഭിനയിക്കില്ല എന്നുള്ള കാര്യമൊക്കെ മാഗസിനോട് പറഞ്ഞതും അച്ചടിച്ച് വന്നതും ഒക്കെ ഓർമ്മയിലേക്ക് വന്നത്. അപ്പോൾ അത്രമാത്രം വൈരം അവർ തമ്മിൽ ഉണ്ടാകില്ലേ എന്നുള്ള സംശയം ശ്രീകുമാരൻ തമ്പിക്കുണ്ടായി. അതിനുശേഷം വളരെ രസകരമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ആ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കഥ ഉള്ളുകളികൾ വെറുതെ പറഞ്ഞ് നിങ്ങളെ ആകാംക്ഷയിലാക്കാനല്ല. എൻ്റെ കഥാനായികമാർ എന്ന് പറയുന്ന ഒരു ഉഗ്രം പുസ്തകം ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നായികമാരെക്കുറിച്ച് ആ കാലത്തെ സിനിമാ പശ്ചാത്തലവും വളരെ ഗൗരവമുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കാനിടയുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ അധ്യായങ്ങളായി മാറിയേക്കാവുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ളൊരു പുസ്തകമാണ് എൻ്റെ കഥാനായികമാർ. ശ്രീകുമാരൻ തമ്പി എഴുതിയ ഈ പുസ്തകം മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വളരെ നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, നമ്മൾ ഒരുപാട് കണ്ട സിനിമയിലെ ആ സമയത്തെ നായികമാരുടെ വരവും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവർ ഈ സിനിമയിൽ എന്തുമാത്രം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എന്തുമാത്രം ഇടപെട്ടു എന്നുള്ളതൊക്കെയുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അടങ്ങിയൊരു പുസ്തകമാണ്. ഒപ്പം ശ്രീകുമാരൻ തമ്പിയുടെ ഒരു തലയെടുപ്പുള്ള സിനിമാ ജീവിതത്തിലൂടെ കടന്നു പോകാനും നമുക്ക് കഴിയും. അദ്ദേഹം എങ്ങനെ അഭിനേതാക്കളെ സമീപിക്കുന്നു എന്നുള്ള വ്യത്യസ്തമായൊരു സമീപന ശൈലി കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. നമ്മൾ പഴയ കാലത്ത് കേട്ടിട്ടുള്ള ഒരുപാട് അത്ര രസമുള്ള ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എങ്ങനെ
എങ്ങനെയാണ് ഇതിലൊന്നും തട്ടുകയും മുട്ടുകയും ചെയ്യാതെ വലിയ മസാല കഥകളൊന്നും തന്നെക്കുറിച്ച് വരാതെ തൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത്രയും വലിയ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നായികമാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലെ നായികമാരാണ്. ഇന്നും നമുക്ക് അറിയാവുന്ന നിരവധി പേർ ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയരായവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ താനൊരു സ്വതന്ത്ര വ്യക്തിത്വമായി എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അക്കൂട്ടത്തിലാണ് ഇദ്ദേഹം മധുവിൻ്റെയും ശ്രീവിദ്യയുടെയും ബന്ധത്തിൻ്റെ കഥ പറയുന്നത്. ജോർജ് തോമസ് എന്ന യുവാവിനെ പ്രണയിച്ച് വിവാഹം ചെയ്ത് പരാജയപ്പെട്ട ഒരു കുടുംബജീവിതത്തിൻ്റെ കഥയിലൂടെ ശ്രീവിദ്യ കടന്നു വന്നതിന് ശേഷമാണ് വേനലിൽ ഒരു മഴയിലെ നായികയായി ശ്രീവിദ്യയെ അദ്ദേഹം സമീപിക്കുന്നത്. അപ്പോൾ മനസ്സിൽ ഈ കാര്യം വലിയ തോതിൽ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു, കാരണം അസ്വസ്ഥനാക്കിയിരുന്നു. ഇങ്ങനെ സമീപിച്ചപ്പോൾ മധു എന്ത് പറയും? മധു എന്ന് വലിയ തലയെടുപ്പുള്ള ഒരാളാണ്, സിനിമയിൽ വലിയ അംഗീകാരമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇവരെ സമീപിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി പറയുന്നത് എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു, കാരണം മധുവിനെ പോലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ട്, പക്കാവട ഖാദർ എന്ന് പറഞ്ഞാൽ അത്ര മോശം നടനല്ല, അക്കാലത്തെ തമിഴിലെ പ്രശസ്തനായ ഒരു ഹാസ്യ താരമാണ്. പക്ഷേ ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാളുടെ കൂടെ അഭിനയിച്ചാൽ ഇയാളുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറയുമ്പോഴുള്ള ഈഗോ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഈ പറഞ്ഞ കാര്യം എന്താ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോയി എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. അങ്ങനെയാണ് ജീവിതത്തിലെ ഈ തിരിച്ചറിവുകൾക്ക് ശേഷം, കുടുംബജീവിതത്തിലുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും അഭിനയിച്ചാലേ പറ്റുള്ളൂ, അവരുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് അന്നേരം പറയപ്പെട്ടിരുന്നത്. അതിനുശേഷം തേൻ തുള്ളി എന്ന് പറയുന്ന KP കുമാരൻ്റെ സിനിമയിലൂടെ തിരിച്ചു വരവ് തീരുമാനിച്ച് അഭിനയത്തിലേക്ക് വന്ന ശ്രീവിദ്യയോട് അടുത്ത സിനിമയ്ക്ക് സമീപിക്കാൻ ശ്രീകുമാരൻ തമ്പി തീരുമാനിക്കുന്നത്. 3 നിർമ്മാതാക്കളും ഈ കാര്യം ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു, തമ്പി സംസാരിച്ച് നോക്കി, ചിലപ്പം എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം മധുവിനോട് സംസാരിക്കാനാണ് തീരുമാനിക്കുന്നത്. ദീർഘകാലം നീണ്ടുനിന്ന നല്ല ബന്ധത്തെ മറന്ന് മധു എന്ന നടനെ പരസ്യമായി അപമാനിച്ച ശ്രീവിദ്യ ചിത്രത്തിലെ നായകൻ മധുവാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സ് മാറ്റുമോ? ഈ 2 സംശയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും രണ്ടുപേരെയും സംസാരിക്കാൻ അദ്ദേഹം സമീപിച്ചു. ആദ്യം മധുവിനോടാണ്. അപ്പോൾ അദ്ദേഹം മധു പറഞ്ഞു, അത്രേ, എന്നെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അന്വേഷിക്കാറില്ല, നായിക ഏത് നടിയായാലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ശ്രീവിദ്യ, അത് അദ്ദേഹത്തിന് ഭയങ്കര ആദരവുണ്ടായി, ഇങ്ങനെ ഒരാളാണല്ലോ നടൻ എന്നുള്ളതുകൊണ്ട്. പിന്നെ ശ്രീവിദ്യയുടെ അടുത്ത് പോയി. അപ്പോൾ ശ്രീവിദ്യ പറഞ്ഞു, തമ്പി സാർ നിർമ്മിച്ച ചട്ടമ്പി കല്യാണിയിൽ അഭിനയിക്കാൻ കഴിയാത്തതിൽ എനിക്ക് ഇപ്പോഴും ദുഃഖമുണ്ട്. മധുസാറിനെ കുറിച്ചൊരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, ഇപ്പം ഞാനതൊക്കെ മറന്നു. സാറിൻ്റെ സംവിധാനത്തിൽ മധുസാറിൻ്റെ നായികയെ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ശ്രീവിദ്യയും പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ വരുന്നത്. അങ്ങനെ ശ്രീകുമാരൻ തമ്പി ആ കാര്യത്തിലൊരു പ്രധാനപ്പെട്ട നിഗമനത്തിൽ എത്തുന്നുണ്ട്. വേനലിൽ ഒരു മഴ എന്ന സിനിമയിലേക്ക് താൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾക്കിടയിലുണ്ടായ ഈ അനുഭവം തന്നെ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. മനുഷ്യരായാൽ ഇണങ്ങും പിണങ്ങും, സ്ഥായിയായ ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഓരോ അനുഭവത്തിൽ നിന്നും പുതിയ മനുഷ്യനായി നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ഉയരും, നമ്മളൊന്ന് പുതുക്കപ്പെടും എന്നുള്ള യാഥാർത്ഥ്യം ശ്രീകുമാരൻ തമ്പി മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ഒരു അധ്യായത്തിൽ ഈ കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എൻ്റെ കഥാനായികമാരിൽ അദ്ദേഹം പരാമർശിക്കുന്ന നിരവധി പേരുണ്ട്. അത് ശാരദ മുതൽ ശ്രീവിദ്യ വരെ, വിധുബാല, KR വിജയ, ഇങ്ങനെ ഉർവശി, മേനക, നിരവധി നായികമാരെ, മലയാളത്തിലെ നായികമാരെ അദ്ദേഹം അഭിനയിപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അഭിനയത്തിൻ്റെ ലോകത്തിലൂടെയുള്ള സഞ്ചാരം എന്നുള്ള നിലയിലാണ് ഈ പുസ്തകത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. അത് ശ്രീകുമാരൻ തമ്പിയെ പോലെ ഒരാൾ ചർച്ച ചെയ്യുമ്പോൾ കേവലം അവരുടെ വ്യക്തി ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാകാതെ മലയാള സിനിമയിലൂടെ താൻ സഞ്ചരിച്ചപ്പോഴുണ്ടായ തൻ്റെ കാഴ്ചപ്പാടിനെ പുതുക്കിയ അനുഭവങ്ങളിലേക്ക് നയിച്ച ചില സാമീപ്യങ്ങളെക്കുറിച്ചുള്ള ആവിഷ്കാരങ്ങൾ കൂടി ആവുകയാണ് ചെയ്യുന്നത്. മധുവിൻ്റെ നായികയായി പ്രശസ്തയായ മധു KR വിജയ എന്നുള്ളൊരു കൂട്ടുകെട്ട് തന്നെ മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്നു. KR വിജയ പക്ഷേ ശ്രീകുമാരൻ തമ്പിയുടെ 2 സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിലൊന്ന് ആധിപത്യമാണ്, മറ്റൊന്ന് അദ്ദേഹം തിരക്കഥ മാത്രം എഴുതിയ അപ്പു എന്ന സിനിമയാണ്. ഈ 2 സിനിമയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ആധിപത്യത്തെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്പു എന്ന സിനിമയിലെ പങ്കാളിത്തത്തെക്കുറിച്ച് നമുക്കറിയാം, തിരക്കഥാകൃത്ത് മാത്രമാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൽ അപ്പു എന്ന് പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ പേര്, ശ്രീകുമാരൻ തമ്പിയുടെ പേര് വരാറില്ല. അതിൻ്റെ ഒരു കാരണം ആ സിനിമയുടെ ശൈലിയാണ്. ആ സിനിമ ആ ശൈലിയിലേക്ക് മാറ്റപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി ആയി ഈ പുസ്തകത്തിൽ മാറുകയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അപ്പു എന്ന സിനിമ എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് KR വിജയ, മോഹൻലാൽ, അമ്മ മകൻ എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളുടെ, അവർ നേരിട്ട് അങ്ങനെയുള്ള ബന്ധത്തിലേക്ക് വരുന്നതിന് വ്യത്യസ്തമായി അമ്മ മകൻ സങ്കല്പം ലോകത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെയും ആ ഒരു അനിവാര്യമായ സാഹചര്യത്തെ വൈകാരികമായി ജീവിതത്തിൽ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തൊരു തിരക്കഥയാണ്. പക്ഷേ അതിലേക്ക് മറ്റു പല കഥാപാത്രങ്ങളും പിന്നീട് കടന്നു വന്നു. അതെങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഭാഗം ഒരു പാരഗ്രാഫ് ഉണ്ടായി, ഞാൻ വായിക്കാം. മോഹൻലാൽ അന്ന് 7 ആർട്സ് വിജയകുമാറുമായി ചേർന്ന് ഡെന്നിസ് ജോസഫിനെ സംവിധായകനാക്കി ആ ചിത്രം എടുത്തു.
മോഹൻലാലിനോടും വിജയകുമാറിനോടുമുള്ള അടുപ്പം കാരണം ഞാൻ അപ്പു എന്ന തിരക്കഥ അവർക്ക് കൊടുക്കുകയായിരുന്നു. രാജാവിൻ്റെ മകനും ന്യൂഡൽഹിക്കുമൊക്കെ തിരക്കഥ എഴുതിയ ഡെന്നിസ് ജോസഫ് ഞാൻ എഴുതിയ തിരക്കഥ എൻ്റെ അനുവാദം കൂടാതെ പൂർണ്ണമായി മാറ്റി എഴുതി. എൻ്റെ സങ്കല്പത്തിൽ പോലുമില്ലാത്ത കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി കഥ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റുകയും തിരക്കഥാകൃത്തായി എൻ്റെ പേര് നിലനിർത്തുകയും ചെയ്തു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ അമ്മയെയും മകനെയും എനിക്ക് ഡെന്നിസ് ജോസഫിൻ്റെ അപ്പു എന്ന സിനിമയിൽ കാണാൻ കഴിഞ്ഞില്ല. ഒരു സംവിധായക നിർമ്മാതാവ് എന്ന നിലയിൽ തീർച്ചയായും ഒരു ദുഃഖമുണ്ട്. എൻ്റെ 2 സിനിമകളിൽ മാത്രം KR വിജയ ഒതുങ്ങിപ്പോയതിൽ എന്നുള്ളതാണ്. അക്കൂട്ടത്തിൽ അദ്ദേഹം KR വിജയയുടെ തൻ്റെ സിനിമയിലൂടെ വന്ന KR വിജയക്കൊപ്പം 2 സിനിമയിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ശാരദയെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറയുന്ന ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ തിരുവോണം എന്ന ചിത്രത്തിലെ അനുഭവവുമായി ബന്ധപ്പെട്ടാണ്. തിരുവോണത്തിൽ ശാരദ വന്നതിന് ശേഷം ശാരദയ്ക്കുണ്ടായ മാറ്റങ്ങളൊക്കെ നമുക്കറിയാം. അവർ വലിയ നടിയായി, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അവരുടെ സ്വഭാവത്തിലുണ്ടായ വ്യത്യാസം പോലും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ശാരദയുടെ ആ രാഷ്ട്രീയ വ്യക്തിത്വത്തോട് തനിക്ക് ആഭിമുഖ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. താൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ സിനിമയിൽ നായിക എന്നുള്ള നിലയിൽ അവരുമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തിരുവോണത്തിൻ്റെ കാലത്ത് ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭാരത് ടൂറിസ്റ്റ് ഹോമിലാണ് എല്ലാവരും താമസിച്ചിരുന്നത്. ഒരു ദിവസം ലൊക്കേഷനിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഓടി വന്നിട്ട് ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു, ഇന്ന് ഷൂട്ടിംഗ് നടക്കൂല സാർ, കാരണം എന്താ, ശാരദ വരുന്നില്ല എന്നാണ് പറയുന്നത് എന്ന്. അപ്പോൾ അവരോട് നേരിട്ട് സാറ് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകുമാരൻ തമ്പി പറയുന്നത്, ഞാനങ്ങനെ നടിമാരെ അവരുടെ ഹോട്ടൽ റൂമിൽ പോയി സംസാരിക്കുന്ന ശീലമില്ല, അവരെ ഇങ്ങോട്ട് ലൊക്കേഷനിലോ മറ്റേതെങ്കിലും പൊതുസ്ഥലത്തോ വെച്ചാണ് സംസാരിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറെ രക്ഷയില്ല, ചിത്രീകരണം മുടങ്ങും എന്ന ഘട്ടമായപ്പോൾ ആണ് പോവാൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഹോട്ടൽ റൂമിലേക്ക് പോയി, ശാരദയെ കാണാൻ വേണ്ടി പോയി. അവിടെ വെച്ചിട്ട് അവരെ നിർബന്ധിച്ച് ഷൂട്ടിങ്ങിന് കൊണ്ടുവരികയാണ് വേണ്ടത്, ഇല്ലെങ്കിൽ അന്നത്തെ ആ മൊത്തം കാര്യങ്ങൾ മുടങ്ങും എന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയാണ് ഹോട്ടൽ റൂമിൽ എത്തിയപ്പോൾ ശാരദ വാതിൽ തുറന്നു. അപ്പോൾ ശാരദയോട് ചോദിച്ചു, എന്താ വരാത്തത്? മൂപ്പര് വെച്ച് എന്തെങ്കിലും അഹങ്കാരം കൊണ്ടായിരിക്കും, വലിയ നടിയാണല്ലോ, അപ്പോൾ നമ്മളെ സിനിമയിൽ ഇങ്ങനെ ചില നിബന്ധനകളൊക്കെ വെച്ച് നടിമാർ വരാതിരിക്കുന്നതായിരിക്കും വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ശാരദ പറയുന്നത്, എൻ്റെ മുഖം നോക്കൂ സാർ എന്ന് പറഞ്ഞു. ഈ മുഖം വെച്ച് ഞാൻ എങ്ങനെ ഇന്ന് അഭിനയിക്കുന്നു പറഞ്ഞു. അപ്പോൾ മുഖത്ത് വല്ലാതെ ആരോ അടി കൊണ്ടതുപോലെ മുഖത്ത് വല്ലാതെ വീക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീകുമാരൻ തമ്പി എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അപ്പുറം പറയും, എൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ചലം എന്ന പേരുള്ള ഒരാളാണ് അവരുടെ ഭർത്താവ്. അത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, ഒരു കല്യാണം കഴിച്ച ആളാണെന്ന് ശ്രീകുമാരൻ തമ്പിക്ക് അറിയില്ലായിരുന്നു. പ്രശസ്ത ഹാസ്യതാരമായിരുന്ന ഈ ചലം എന്ന് പറയുന്ന നടൻ ചില സിനിമകളിൽ നായകനൊക്കെ ആയി അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്രൂരമായിട്ടാണ് ശാരദയോട് പെരുമാറുക എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൊക്കേഷനിൽ ഉള്ള ഹോട്ടൽ റൂമിലേക്ക് അദ്ദേഹം വരികയും ശാരദയുമായി തർക്കത്തിലാവുകയും അടിയാവുകയും അവരുടെ മുഖത്ത് ഈ പാട് വരികയും ചെയ്തത്. അങ്ങനെ ആ ഷൂട്ടിംഗ് മുടങ്ങിയ കാര്യവും പിന്നീട് അവരുടെ ജീവിതത്തിൽ ഈ ചലം നീണ്ട കാലത്തേക്ക് ബന്ധം നിലനിന്നിരുന്നില്ല. ആ ദാമ്പത്യം പിന്നീട് 10-12 വർഷം കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു എന്നാണ് ശ്രീകുമാരൻ തമ്പി പറയുന്നത്. പക്ഷേ പിന്നീട് ശാരദ തന്നോട് ജീവിതത്തിൽ വലിയൊരു നടിയായപ്പോഴും നടി എന്ന നിലയിൽ വലിയ തോതിൽ സഹകരണം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഏറ്റവും അവസാനം നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം മധുവും ശാരദയും നായികനായകന്മാരായി ഒരു ചിത്രവും അദ്ദേഹം ഒരുക്കിയിരുന്ന കാര്യം നമുക്കറിയാം. അമ്മയ്ക്കൊരു താരാട്ട് എന്ന ആ സിനിമ ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായ കാര്യം നമുക്കറിയാം. പക്ഷേ ആ സിനിമയിലേക്ക് എത്തുമ്പോൾ ശാരദ വലിയ രാഷ്ട്രീയക്കാരിയൊക്കെ ആയിരുന്നു. എന്നാൽ അമ്മയ്ക്കൊരു താരാട്ടിൽ അഭിനയിക്കാൻ എത്തിയ ശാരദ തൻ്റെ മുൻകാല ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ശാരദയായിരുന്നില്ല. പ്രതിഫലത്തിന് വേണ്ടി വലിയ തർക്കമുണ്ടായി. ചിത്രം ആരംഭിച്ച സമയത്ത് ആവശ്യപ്പെട്ട പ്രതിഫലത്തിൻ്റെ ഇരട്ടിയോളം അവർ പിന്നീട് ആവശ്യപ്പെട്ട് വലിയ പ്രശ്നമുണ്ടായി. ഈ കാര്യമൊക്കെ ശ്രീകുമാരൻ തമ്പി പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയ പിത്തലാട്ടങ്ങളിൽ പതിക്കുന്നതിന് മുമ്പ് അവർ മലയാളത്തിൽ ചെയ്ത നല്ല വേഷങ്ങൾ നമ്മൾ എന്നും ഓർക്കും. അവർ ഏത് കഥാപാത്രത്തെയും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള അഭിനേത്രി തന്നെയാണ്, സംശയമില്ല എന്ന് അവരുമായിട്ടുള്ള വ്യക്തിപരമായ അനുഭവം വെച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി ഈ അധ്യായത്തിൻ്റെ അവസാനം വിശദീകരിക്കുന്നുമുണ്ട്. ശ്രീവിദ്യ ഒരുപാട് സിനിമകളിൽ ശ്രീകുമാരൻ തമ്പിയുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീവിദ്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ കുറച്ച് നീണ്ടതാണ് ഈ പുസ്തകത്തിൽ. നമ്മൾ ഈ പുസ്തകം വായിച്ചു തീരുമ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നത് അവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തർക്കങ്ങളും അടിയും അവസാനം പിണക്കം മാറുന്നതും മരണം വരെയുള്ള അനുഭവത്തിലൂടെ അദ്ദേഹം അവരുടെ ജീവിതത്തിൻ്റെ സാന്നിധ്യം നിരന്തരം അറിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില തുടക്കകാലങ്ങളിലുണ്ടായ ചില അനുഭവങ്ങളുണ്ട്. അതിലൊന്ന്, ശ്രീവിദ്യ ചില രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്ന് വാശി പിടിച്ച ഒരു കാര്യമാണ്. ശ്രീവിദ്യയുമായി ഉടക്കി കുറച്ചു കാലം പിണങ്ങി നിന്ന കാലമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു സംഭവത്തെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ജീവിതം ഒരു ഗാനം എന്ന സിനിമയിലെ അനുഭവമാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം. അതിൽ ത്രേസ്യാമ്മ എന്ന് പറയുന്ന നായിക
ഒരു ചാണകക്കുട്ടയെടുത്ത് ചാണകം വാരി എന്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് തരത്തിലും ആരോടും കീഴടങ്ങാതെ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ത്രേസ്യാമ്മ. അങ്ങനെ ത്രേസ്യാമ്മ എന്ന കഥാപാത്രം ചാണകം വാരുന്ന കൂട്ടയിലേക്ക് എടുത്ത് നടക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈ ചാണകം വാരി ഇടാനുള്ള സീൻ വന്നപ്പോൾ ശ്രീവിദ്യ പറഞ്ഞു അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകുമാരൻ തമ്പി ആകെ തർക്കിച്ചു പോയി. ഇതെന്നോട് ആദ്യമേ പറഞ്ഞില്ല, ചാണകം വാരാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ശീലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകുമാരൻ തമ്പി ക്ലാസ് എടുത്ത് കൊടുത്തു. ചാണകം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ അകത്തൊക്കെ മെഴുകിയിടുന്ന, അക്കാലത്തൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നല്ലോ, മെഴുകിയിടുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിലൊരു വ്യത്യാസമൊന്നുമില്ല, അതിൽ മോശമായിട്ടൊന്നുമില്ല, തൊട്ട് നോക്കിയാൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നാലും ഒരു പശുവിൻ്റെ വിസർജ്യമാണല്ലോ, അപ്പോൾ തൊടാൻ എനിക്ക് പറ്റില്ല എന്നുള്ള സമീപനാണ് അവർ കൈക്കൊണ്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ ക്ലാസ് ഒന്നും എഫക്റ്റീവായില്ല. നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ അതിലൊക്കെ അത്ര പ്രശ്നമുണ്ടോയെന്ന് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊക്കെ ചെറുതായിട്ടുണ്ടാകുമ്പോൾ എൻ്റെയൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ വീട്ടിൽ ചാണകം മെഴുകുന്ന വീടാണ്. പിന്നെ ഒരു കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഓടിട്ട വീട്ടിലേക്കും നിലം അങ്ങനെ എല്ലാത്തായി മാറുന്നത്. അക്കാലത്തൊക്കെ നമ്മളെ വീട്ടിലെ അമ്മേനൊക്കെ ചെറുപ്പം ഉണ്ടാകുമ്പോൾ സഹായിക്കും. ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലൊക്കെ ചാണകം മെഴുകും. ഇങ്ങനെ നമ്മുടെ ഈ തെങ്ങിൻ്റെ പാളയില്ലേ അതെടുത്ത് ഇങ്ങനെ കോരിയെടുത്ത് നിലത്തിങ്ങനെ നല്ല രസമുള്ള നിലയിലങ്ങ് കൊണ്ടുപോകും. പക്ഷേ അവരുടെ ജീവിത സാഹചര്യം വ്യത്യസ്തമായിരിക്കും അക്കാലത്തൊക്കെ. അങ്ങനെ ഈ ജീവിത ഒരു ഗാനത്തിൽ ഈ രംഗത്തെക്കുറിച്ച് വലിയ തർക്കമായി. അങ്ങനെ തർക്കിച്ച് അവസാനം അവർ പിണങ്ങുന്ന അവസ്ഥയിലെത്തി. ചെയ്ത് ശീലമില്ലാത്ത ഞാൻ ചെയ്യൂല എന്ന് ശ്രീവിദ്യ പറഞ്ഞു. അപ്പോൾ ശ്രീകുമാരൻ തമ്പി തിരിച്ചു ചോദിച്ചു, അപ്പോൾ നിങ്ങളൊരു അഭിസാരികയുടെ റോൾ ചെയ്യണമെങ്കിൽ ചെയ്യൂലേ, നമുക്ക് ചെയ്ത് ശീലമില്ലല്ലോ എന്ന് വെച്ചാൽ അത് ശ്രീവിദ്യയെ പ്രകോപിപ്പിച്ചു. അവർ തമ്മിൽ ഉടക്കായി. പിന്നെ ഒരു മാഗസിനിൽ ഈ കാര്യം വന്നപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണവും മാഗസിനിൽ പ്രതികരണമായിട്ട് വന്നു. ആ പ്രതികരണം ശ്രീവിദ്യയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അതിനകത്ത് ഇങ്ങനെ പോയാൽ അധികകാലം വിദ്യക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞ കാര്യമാണ് അവർ ലീഡ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് ശ്രീവിദ്യ പ്രകോപിതയായി. എന്നിട്ട് ശ്രീവിദ്യയോട് ഈ മാഗസിൻ്റെ റിപ്പോർട്ടർ മറ്റൊരു പ്രതികരണം എടുക്കാൻ പോയപ്പം അവർ പറഞ്ഞു, ശ്രീകുമാരൻ തമ്പി സത്യചിത്രമൊന്നും അല്ലല്ലോ എന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ആകപ്പാടെ അലമ്പായി. അങ്ങനെ ആ സിനിമ പിന്നീട് നടന്നുവെങ്കിലും പിന്നീടുള്ള കാലത്ത് അവർ പിണങ്ങി നിന്നു. 1-2 ചിത്രങ്ങളിൽ അവർ ഒന്നിച്ച് സഹകരിച്ചില്ല. പിന്നെയും കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ആ പിണക്കം മാറ്റി ഒന്നിച്ച് സഹകരിച്ചത്. ഇങ്ങനെ മനുഷ്യനാകുമ്പോൾ അത് നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ, മധുവും ശ്രീവിദ്യയും തമ്മിലുള്ള ഉടക്കിൻ്റെ പരിഹാരത്തിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞു, മനുഷ്യനാകുമ്പോൾ പിണങ്ങും അതിൻ്റെയൊക്കെ ഒടുക്കം മാനുഷികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് സാർത്ഥക എന്നത് അതിൽ നിന്നൊക്കെ ഉപരിയായ ഒരു മനുഷ്യൻ ആത്യന്തികമായി മറ്റൊരു മനുഷ്യനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അങ്ങനെ സൗഹൃദത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് മനുഷ്യൻ്റെ യഥാർത്ഥ നന്മ വെളിപ്പെടുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒടുവിൽ അവസാനവും ഞാൻ പറയുന്നത് ശ്രീവിദ്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട അനുഭവത്തെ പങ്കുവെച്ചുകൊണ്ടാണ്. അത് ശ്രീവിദ്യ മരിക്കുന്ന ഘട്ടത്തിലാണ്. അത് അദ്ദേഹത്തിന് ആ ആശുപത്രിയിൽ പോകാനും അവരെ കാണാനും ഒക്കെ ഇടയായ ഒരു സാഹചര്യം ശ്രീകുമാരൻ തമ്പി വിശദീകരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അതുപോലെ തന്നെ അവതരിപ്പിക്കാം. അദ്ദേഹം പറയുന്ന കാര്യം അതേപോലെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം വൈകാരികമായ ഒരു രംഗമാണ് അത്. ശ്രീവിദ്യ മരിക്കുന്നതിൻ്റെ തലേന്നാൾ ഞാൻ ഉത്രാടം തിരുനാൾ ആശുപത്രിയിൽ പോയി. സന്ദർശകർക്ക് വിലക്കുണ്ടായിരുന്നെങ്കിലും വിദ്യയെ പരിചരിക്കുന്ന സ്ത്രീ നഴ്സിനോട് എൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്നെ അകത്തേക്ക് വിളിച്ചു. ബെഡിലല്ല, ഒരു സെറ്റിയിലാണ് വിദ്യ കിടന്നിരുന്നത്. ആ ശരീരം പൂർണ്ണമായും കറുത്തുപോയിരുന്നു. ശരീരത്തിലേക്ക് രക്തം കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആ മുഖവും കണ്ണുകളും കറുത്ത നിറവും ശിലയിൽ കൊത്തിയെടുത്ത ദേവി വിഗ്രഹത്തെ ഓർമ്മിപ്പിച്ചു. ഞാൻ വിദ്യയുടെ അടുത്ത് കസേരയിലിരുന്നു. മുമ്പിൽ കിടക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. ഞാൻ അവളുടെ ജ്യേഷ്ഠനും. എൻ്റെ മുഖം വാടിയപ്പോൾ ആ സ്ഥിതിയിലും മരണത്തെപ്പറ്റി ചിന്തിക്കാതെ വിദ്യ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു വരും സാർ. നമ്മൾ ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യും. അമ്മ തമ്പുരാട്ടി വലിയ ഹിറ്റാകും. അന്ന് അമ്മ തമ്പുരാട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഞാൻ യാത്ര പറയാൻ എഴുന്നേറ്റപ്പോൾ വിദ്യ എൻ്റെ ഇടത് കൈയിൽ പിടിച്ചു. ഞാൻ തിരിഞ്ഞു നിന്ന് വലത് കൈകൊണ്ട് ആ ശിരസിൽ തലോടി. വിദ്യ 2 കൈകളും കൊണ്ട് എൻ്റെ വലത് കൈയിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, താങ്ക് യു ഫോർ എവരിത്തിങ് എന്ന്. ഞാൻ റൂമിൽ നിന്നിറങ്ങുമ്പോൾ എനിക്കെതിരെ ട്രോളിയിൽ വന്നത് ഒരു മൃതദേഹം. ഒരു മുന്നറിയിപ്പ്, അടുത്ത ദിവസം ശ്രീവിദ്യ മരിച്ചു. അമ്മ തമ്പുരാട്ടി പെട്ടെന്ന് നിർത്തിയതുകൊണ്ട് എനിക്ക് 8 ലക്ഷത്തിലേറെ രൂപ നഷ്ടമായി. വിദ്യ യാത്രയായി. പിന്നെ യാത്ര പോലും പറയാതെ എൻ്റെ മകൻ കണ്ണനും പോയി. അതിലും വലിയ നഷ്ടമെന്ത്? നഷ്ടങ്ങളുടെ അഗ്നികുണ്ഡത്തിൽ കാലുകളമർത്തി കാലമാകുന്ന സ്കന്ദനു വഴിപാടായി ദുഃഖം ദ്രവ്യമാക്കി നിറച്ച മൊന്തകൾ പട്ടിൽ പൊതിഞ്ഞ് തണ്ടിൽ തൂക്കിയ കാവടിയുമായി ഞാൻ മുന്നോട്ടു പോകുന്നു. ഈ ജീവിതം എനിക്കൊരു അഗ്നിക്കാവടിയാട്ടം. ശ്രീകുമാരൻ തമ്പിയുടെ എൻ്റെ കഥാനായികമാരുടെ ഒരു അധ്യായത്തിൻ്റെ ഒടുക്കം ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നിരവധി കഥാനായികമാർ കടന്നുപോയിട്ടുണ്ട്. അവരെ അവതരിപ്പിച്ച നിരവധി അഭിനേതാക്കളുണ്ട്. അവരുടെയൊക്കെ അദ്ദേഹവുമായുള്ള ബന്ധത്തിൻ്റെയും അദ്ദേഹത്തിന് അവരുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും വിജ്ഞാനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഒരു സമഗ്രമായ അടയാളപ്പെടുത്തലാണ് എൻ്റെ കഥാനായികമാർ എന്ന പുസ്തകം. വായിച്ചാൽ നഷ്ടാവില്ല. നമുക്ക് വ്യത്യസ്തമായ ഒരു ലോകത്തെ, വ്യത്യസ്തമായ കുറേ കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്ന് ഈ പുസ്തകത്തിൻ്റെ വായന എനിക്ക് നൽകുന്ന അനുഭവമാണ്. നന്ദി, നമസ്കാരം.